ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെപ്സിസ് മാനേജ്മെന്റ് ആണ്. സെപ്സിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിലൊക്കെ മസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് നഴ്സിംഗ് ഇന്റർവ്യൂസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിനെ നന്നായിട്ട് തന്നെ അതിന്റെ എല്ലാ കോർ കണ്ടന്റും മനസ്സിലാക്കി തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി നമ്മൾ ചോദിക്കുന്നതെന്ന് പറയുന്നത് സ്ക്രീനിങ് ടൂൾസിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ് സെപ്സിസ്, അതിന്റെ ഡെഫിനിഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സെപ്സിസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കാം. സെപ്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡി നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യും. ഓക്കെ, അത് നോർമൽ ആണ്. പക്ഷെ സെപ്സിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്, ഓവർവെൽമിങ് ആൻഡ് ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ് ആണ് കൊടുക്കുന്നത് അവിടെ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡി ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ്, ഓവർവെൽമിങ് ആൻഡ് ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ് ഒരു ഇൻഫെക്ഷനോട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ്, അതുവഴി ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ സെപ്സിസ് ഈസ് എ കോംപ്ലിക്കേഷൻ കോസ്ഡ് ബൈ ബോഡീസ് ഓവർവെൽമിങ് ആൻഡ് ലൈഫ് ത്രെട്ടനിങ് റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇൻഫെക്ഷൻ വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് സെപ്സിസ് എന്ന് പറയുന്നത്. ഇനി സെപ്സിസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. എന്തുകൊണ്ടാണ് സെപ്സിസിനെ ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാല് 80% ആർ ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഒരു സെപ്സിസിന്റെ 80% ഹോസ്പിറ്റലിന് പുറത്താണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോൾ മാത്രമായിരിക്കും അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ കുറെ ഇൻഫെക്ഷൻ ഉണ്ടാവും, ആ ഇൻഫെക്ഷനോട് ബോഡിയിലുള്ള റിയാക്ഷൻ ആണ് സെപ്സിസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ആ ഇൻഫെക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അതില് നമ്മൾ എന്തൊക്കെയാണ് ആ ഇൻഫെക്ഷൻ എന്ന് നോക്കിയാല് 35% ഇൻഫെക്ഷൻസ് ലങ് ഇൻഫെക്ഷൻസ് ആണ് കോംപ്ലിക്കേറ്റഡ് ആയ സെപ്സിസിലേക്ക് പോകുന്നത്. പിന്നെ വരുന്ന 25% UTIs, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കോംപ്ലിക്കേറ്റഡ് ആയി സെപ്സിസിലേക്ക് പോകുന്നത്. പിന്നെ വരുന്ന 11% എന്തൊക്കെയായിരിക്കാം, സ്കിൻ ഇൻഫെക്ഷനും. പിന്നെ വരുന്ന ബാക്കി വരുന്ന 11% എന്ന് പറയുന്നത് ഗട്ട് ഇൻഫെക്ഷൻസും ആയിരിക്കും. അത് നമ്മൾ കാര്യമായിട്ട് ചികിത്സിക്കുന്നില്ല, ആന്റിബയോട്ടിക്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവയെല്ലാം എന്തിലേക്ക് പോകും, സെപ്സിസിലോട്ട് പോകും. അതാണ് ഈ പെർസെൻറ്റേജ് കണക്കി പറയുന്നത്. അപ്പോൾ കൂടുതൽ ലങ് ഇൻഫെക്ഷൻസ് ആണ് സെപ്സിസിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ UTIs ആണ്, അത് കഴിഞ്ഞാൽ ഗട്ട് ഇൻഫെക്ഷനും അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷനും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇതാണ് ഡെഫിനിഷൻ. പിന്നെ അതിന് നമ്മൾ ആ ടെർമിനോളജി പറഞ്ഞു, എന്താണ് മെഡിക്കൽ എമർജൻസി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് സയൻസ് ആൻഡ് സിംറ്റംസ്. സയൻസ് ആൻഡ് സിംറ്റംസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് വരുന്നു. ഓക്കെ, അപ്പോൾ പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുമോ അതിന്റെ തന്നെ ഒരു കുറച്ചും കൂടി ഒരു എക്സാഗ്രേറ്റഡ് ഫോം ആയിരിക്കും എന്താണ് സെപ്സിസ് ആകുമ്പോൾ വരുന്നത്. അപ്പോൾ സെപ്സിസിലുള്ള ഒരു പേഷ്യന്റിന് ഷിവറിങ്, ഫീവർ, ഫീലിംഗ് വെരി കോൾഡ്, എക്സ്ട്രിമിറ്റീസ് ഒക്കെ ചിലപ്പം ഷിവറിങ്ങും ഫീവറും ഒക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എക്സ്ട്രിമിറ്റീസ് വെരി എന്തായിരിക്കാം, കോൾഡ് ആയിരിക്കാം, കോൾഡ് ക്ലാമി എക്സ്ട്രിമിറ്റീസ് ആയിരിക്കാം, സ്വെറ്റി സ്കിൻ ആയിരിക്കാം. അല്ലെങ്കിൽ പേഷ്യന്റ് ചിലപ്പം പറയുന്നുണ്ടായിരിക്കും എക്സ്ട്രീം ആയിട്ടെന്ന് വെച്ചാൽ ബോഡി ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനോട് ഭയങ്കരമായിട്ടൊരു റിയാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഫെക്ഷനോട്, അല്ലേ? അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള പെയിനും ഡിസ്കംഫർട്ടും ഉണ്ടാവാം. പിന്നെ ചില പേഷ്യൻസിന് കൺഫ്യൂഷൻസിലേക്കും ഡിസോറിയന്റേഷനിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരിക്കാം, പിന്നെ ഹൈ ഹാർട്ട് റേറ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് കോമൺലി നമ്മൾ കാണുന്ന സയൻസ് ആൻഡ് സിംറ്റംസ് ഇൻ സെപ്സിസ്.
നെക്സ്റ്റ് നമ്മൾ സയൻസ് ആൻഡ് സിംറ്റംസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയഗ്നോസിസിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെപ്സിസിന്റെ ഡയഗ്നോസിസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിനിക്കൽ അസസ്മെന്റ് ആണ്. ഒരു പേഷ്യന്റ് വരുന്നു, അപ്പോൾ ആ പേഷ്യന്റിന് നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഡേറ്റാസ് അനുസരിച്ചിട്ടാണ് ആ പേഷ്യന്റിന് സെപ്സിസ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ സെപ്സിസിന്റെ ഒരു കാർഡിയാക് മോണിറ്റർ, ഇതൊരു സെപ്സിസിന്റെ കാർഡിയാക് മോണിറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ നോക്കും. നമ്മൾ ആ സയൻസ് ആൻഡ് സിംറ്റംസ് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ നോക്കാൻ. അപ്പൊ നമ്മൾ ആ സയൻസ് ആൻഡ് സിംറ്റംസിൽ തന്നെ പറഞ്ഞു പേഷ്യന്റിന് ഒരു ഹൈ ഹാർട്ട് റേറ്റ് ഉണ്ട്. അപ്പൊ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 120, ഗ്രേറ്റർ ദാൻ 100 ആണ്. എന്നുവെച്ചാൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 128 ആണ്. അപ്പൊ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 100 ആവുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ബോഡി എന്ത് ചെയ്യാണ്? ഒരു ഇൻഫെക്ഷനോട് റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ബി പി നോക്കുക. നിങ്ങൾ 80 ആണെന്ന് വിചാരിക്കുക കേട്ടോ. 80/46 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? പേഷ്യന്റ് ഹൈപ്പോടെൻഷനിലാണ്. അപ്പോൾ ഒരു മീൻ ആർട്ടീരിയൽ പ്രഷർ ലെസ് ദാൻ 65 ആണ് എങ്കിൽ പേഷ്യന്റ് എന്തിലേക്ക് പോവുകയാണ്? ഒരു സെപ്റ്റിക് ഷോക്കിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് സെപ്റ്റിക് ഷോക്ക് വഴി ഒരു ഓർഗൻ ഫെയിലുവറിലേക്ക് പോകും എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സസ്പെക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി റേറ്റ് ആണ്. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ എത്രയാണ്? 20ൽ കൂടുതലാണ്. അപ്പൊ പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് അസിഡോസിസിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അത് മെറ്റബോളിക് അസിഡോസിസ് എന്തുകൊണ്ടാകാം? ഇൻഫെക്ഷൻ റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലേറ്റഡ് മെറ്റബോളിക് അസിഡോസിസിലേക്ക് പേഷ്യന്റ് പൊക്കോണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആൾസോ എ സൈൻ ഓഫ് സെപ്സിസ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റ് ടെമ്പറേച്ചർ, കാർഡിയാക് മോണിറ്ററിൽ ഒരിക്കലും ടെമ്പറേച്ചർ കാണിക്കത്തില്ല. പക്ഷെ എല്ലാം ഞാൻ ഒരെണ്ണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ChatGPT ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കാർഡിയാക് മോണിറ്റർ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ നോക്കുമ്പം ഇതിന്റെ ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ, ഡിഗ്രി സെൽഷ്യസിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 38.9 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗ്രേറ്റർ ദാൻ 38.3 അല്ലെങ്കിൽ ലെസ് ദാൻ 36 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ രണ്ടും ഒരു സിസ്റ്റമിക് ഇൻഫെക്ഷന്റെ സൈൻ ആയിട്ട് നമുക്ക് കാണണം. അപ്പൊ ടെമ്പറേച്ചറിന് രണ്ട് എക്സ്ട്രീംസ് ഉണ്ട് കേട്ടോ. ഒന്നുകിൽ ടെമ്പറേച്ചർ കുറയാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടാം. കുറയാന്ന് പറയുന്നത് എന്താണ്? 36 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവായിരിക്കും. കൂടാന്ന് പറയുന്നത് 38.3യേക്കാളും കൂടുതലായിരിക്കും. ഇനി നമ്മൾ സാച്ചുറേഷൻ നോക്കുമ്പോഴത്തേക്ക് പേഷ്യന്റ് സാച്ചുറേഷൻ ഇവിടെ എത്രയാണ് കാണിക്കുന്നത്? 91 ആണ് കാണിക്കുന്നത്. അപ്പോൾ പേഷ്യന്റ് സാച്ചുറേഷൻ ഒരു 94നേക്കാളും കുറവാകുക എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്ന കണ്ടീഷനിലാണ്. എന്ന് വെച്ചാൽ പേഷ്യന്റ് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, എക്സാമ്പിൾ ഒരു ന്യൂമോണിയൊക്കെ ഉള്ള കേസിലാണെങ്കിൽ പേഷ്യന്റെ സാച്ചുറേഷൻ ലെസ് ദാൻ 94% ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ക്ലിനിക്കൽ അസസ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കാർഡിയാക് മോണിറ്റർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് ക്ലിനിക്കൽ ഡയഗ്നോസിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡയഗ്നോസിസിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെപ്സിസ് സ്ക്രീനിങ് ടൂൾസ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, സെപ്സിസ് സ്ക്രീനിങ് ടൂൾസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം. ഇതൊരു ടൂൾ ആണ്. ഇതിന് നമ്മൾ അതിനെ മോഡിഫൈഡ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സിർസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നു. ഓക്കെ, ഈ സിർസ് ക്രൈറ്റീരിയയിൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അതിലെ രണ്ടോ അതിൽ കൂടുതലോ, അപ്പോൾ ഈ ക്രൈറ്റീരിയയിൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അതിലെ രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് പേഷ്യൻസിൽ നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? പേഷ്യന്റ് there is a possibility for sepsis എന്ന് പറയാം. അപ്പോൾ പേഷ്യന്റ് സെപ്സിസിന് പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ്, താഴെ പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ കമ്പോണൻസിനെ കുറിച്ച് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിർസ് ക്രൈറ്റീരിയയിലും വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഷ്യന്റ് എന്താണ്? ടെമ്പറേച്ചർ ഒന്നെങ്കിൽ പേഷ്യന്റ് എന്തായിരിക്കാം? ടെമ്പറേച്ചർ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കോൾഡ് ക്ലാമി എക്സ്ട്രിമിറ്റീസ് ആയിരിക്കാം, ടെമ്പറേച്ചർ കുറവായിരിക്കാം. അപ്പൊ സെപ്സിസിൽ ടെമ്പറേച്ചറിന് രണ്ട് എക്സ്ട്രിമിറ്റീസ് ഉണ്ട്, ഒന്നെങ്കിൽ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം. അപ്പൊ ഈ കൂടുതൽ കുറവ് എന്ന് പറയുന്നതിന് ഒരു റേഞ്ച് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 38 ഡിഗ്രി അല്ലെങ്കിൽ 38.3 വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പൊ രണ്ട് വാല്യൂസ് പറയുന്നുണ്ട്. 38.3 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിരിക്കാം. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് ആണ്. അപ്പൊ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഹാർട്ട് റേറ്റ്, സെപ്സിസ് ഉള്ള ഒരു പേഷ്യന്റ് ഹാർട്ട് റേറ്റ് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കാം. ഇനി റെസ്പിറേറ്ററി റേറ്റ് എന്തായിരിക്കാം? ഗ്രേറ്റർ ദാൻ 20 ആയിരിക്കാം. പിന്നെ നമ്മളൊരു ലാബ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ മെയിൻലി നോക്കുന്നതെന്ന് പറയുന്നത് WBC കൗണ്ട് ആണ്.
അപ്പൊ WBC കൗണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനും രണ്ട് എക്സ്ട്രിമിറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്ന WBCയുടെ കൗണ്ട് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ WBC കുറവായിരിക്കാം. കൂടുതൽ എന്ന് പറയുന്നത് എത്രയായിരിക്കാം? 12,000 കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ WBCയുടെ കൗണ്ട് 4,000 കുറവായിരിക്കാം. പിന്നെ നമ്മൾ അക്യൂട്ട്ലി ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. അപ്പൊ അക്യൂട്ട്ലി ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ആണോ, പേഷ്യന്റ് മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അത് നമ്മൾ ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത്. നമുക്ക് GCS ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് <15 ആണ്. <15 എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഒരു ഡിസോറിയന്റേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാവുക. അപ്പൊ നമുക്ക് എന്തായിരിക്കാം? <15 ആയിരിക്കാം. പിന്നെ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കുമ്പോഴത്തേക്ക് >7.7 mmol/L ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് സിൽസ് ക്രൈറ്റീരിയയിൽ വരുന്നത്. അപ്പൊ സിൽസ് ക്രൈറ്റീരിയയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു ഇനിഷ്യൽ സ്ക്രീനിങ് ക്രൈറ്റീരിയ ആണ്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻസ്, ഈ പേഷ്യന്റ് ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് മാത്രമേ നമുക്ക് ഇതിൽ വെച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഒരിക്കലും ഒരു സ്പെസിഫിക് ഫോർ എന്താണെന്ന് പറയാൻ പറ്റില്ല. സെപ്സിസിന് ഒരു സ്പെസിഫിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ പേഷ്യന്റ് വരുന്നത് ഒരു ഷോക്ക് ആയിട്ടാണ് നമ്മുടെ പേഷ്യന്റ് വരുന്നത്. അപ്പൊ ഷോക്ക് ആയിട്ട് വരുന്ന പേഷ്യന്റിൽ ഇതിൽ പലതും നമുക്ക് എന്താ, ഹാർട്ട് റേറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിരിക്കാം. അങ്ങനെ മെന്റൽ സ്റ്റാറ്റസിൽ വേണമെങ്കിൽ എന്ത് ഉണ്ടാവാം, ഡിറ്റോറിയേഷൻ ഉണ്ടാവാം. അപ്പൊ >2 തന്നെയാണ് പേഷ്യന്റ് സ്കോർ എന്ന് പറഞ്ഞ പേഷ്യന്റ് സെപ്സിസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോട്ട് സ്പെസിഫിക് ഫോർ എന്താണ്, സെപ്സിസിന് അത്രയ്ക്ക് സ്പെസിഫിക് അല്ല എന്ന് പറയാം. അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസീസിന് കണ്ടുപിടിക്കാൻ അത്ര സ്പെസിഫിക് അല്ല. ഇത് നമുക്കൊരു ഇനിഷ്യൽ സ്ക്രീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ സിൽസ് ക്രൈറ്റീരിയ പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് സസെപ്റ്റബിൾ ഫോർ സസ്പെക്ട് ചെയ്യാം, അല്ലെ? നമുക്ക് സെപ്സിസ് ആണോ എന്ന് സസ്പെക്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ടൂൾ എന്ന് പറയുന്നത് ക്വിക്ക് സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലുവർ അസസ്മെന്റ് ആണ്. അപ്പൊ ഈ ക്വിക്ക് സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലുവർ അസസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ഇതിനകത്ത് നിന്ന് ഒരു ഓർഗൻ ഫെയിലുവറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഈ അസസ്മെന്റിലൂടെ കിട്ടത്തുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ പേഷ്യന്റ് റെസ്പിറേറ്ററി റേറ്റ് നോക്കുന്നു. റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് ഇതേ ക്രൈറ്റീരിയ തന്നെയാണ്. 20 കൂടുതലാണോ എന്ന് നോക്കുന്നു. പേഷ്യന്റ് GCS നോക്കുന്നു, അല്ലെ? GCS <15 ആണോ എന്ന് നോക്കുന്നു. സിസ്റ്റോളിക് BP നോക്കുന്നു. 90 അല്ലെങ്കിൽ 100 കുറവാണോ എന്ന് നമ്മൾ നോക്കുന്നു. ഇത് വെച്ചിട്ട് ഇത് നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഇപ്പൊ എമർജൻസിയിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു വാർഡിലുള്ള പേഷ്യന്റ്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം, ആ പേഷ്യന്റ് സെപ്സിസിലാണോ, പേഷ്യന്റ് എന്തെങ്കിലും ഓർഗൻ ഫെയിലിയർ ഉണ്ടോ, ഇങ്ങനെയൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പറ്റും. അപ്പൊ ഇതൊരു സിമ്പിൾ ആണ്. നമുക്ക് ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷനും ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ QSO/FAയുടെ സ്കോറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമില്ല. നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാം. നമുക്ക് എമർജൻസിയിലും അതുപോലെ തന്നെ വാർഡ് സെറ്റിംഗിലും നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻ എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു ഓർഗൻ, ഈ ക്വിക്ക് സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലുവർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗൻ ഫെയിലുവർ വന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ സ്കോർ വെച്ചിട്ട് സ്കോറുകൾ കിട്ടത്തുള്ളൂ. അപ്പൊ പേഷ്യന്റ് ഒരു ഏർലി സ്റ്റേജ് ഓഫ് സെപ്സിസ് ആണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? 2 or more of the above സ്കോർ കിട്ടുമ്പോൾ മാത്രമേ ഇത് പോസിറ്റീവ് ആവത്തുള്ളൂ. ഇനി മൂന്നാമത്തെയാണ് സോഫ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഓർഗൻ ഫെയിലുവർ അസസ്മെന്റ്. അതൊരു 6 സിസ്റ്റത്തിനെ അസസ് ചെയ്യുന്ന രീതിയാണ് സോഫ എന്ന് പറയുന്നത്. അപ്പൊ സോഫ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ICUസിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ICUസിൽ നമുക്ക് എല്ലാ സിസ്റ്റത്തിനെയും, ഒരു 6 സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. അതിലെന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലുവർ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്താ പറയുക, അപ്പൊ നമ്മളിപ്പോ ഒരു ICU ഒബ്സർവേഷൻ ചാർട്ട് എടുത്താലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നോക്കുന്നു. PaO2 അല്ലെങ്കിൽ FiO2 എത്രയാണെന്ന് നോക്കുന്നു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഡിസ്അറേഞ്ച്മെന്റ്, എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, കൂടുതൽ FiO2 വേണ്ട പേഷ്യന്റ് ആണോ എന്ന് നമ്മൾ നോക്കി സ്കോർ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ബിലിറുബിൻ നോക്കുന്നു. ബിലിറുബിന്റെ ഡീഅറേഞ്ച്മെന്റ് ഉണ്ടോ അത് നമ്മൾ നോക്കുന്നു. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബിലിറുബിൻ നമ്മൾ എവിടെയാ നോക്കുന്നത്, നമ്മൾ ലിവർ ഫംഗ്ഷൻ ആണ് ഇവിടെ നോക്കുന്നത്, അല്ലെ? ലിവറിനെയാണ് നമ്മൾ ഇവിടെ അസസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മീൻ ആർട്ടീരിയൽ പ്രഷർ നോക്കുന്നു. അപ്പൊ മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയുന്നത് <6 അല്ലെങ്കിൽ <65 ആണ് എങ്കിൽ നമുക്ക് എന്താണ്, പേഷ്യന്റ് ഒരു ഷോക്കിലോട്ട് പോവുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ അത് വാസോപ്രസേഴ്സിന്റെ യൂസ് വേണം. പേഷ്യന്റ് വാസോപ്രസേഴ്സിലാണോ അത് നമ്മൾ നോക്കുന്നു. പിന്നെ നമ്മൾ GCS എന്ന് പറയുന്നത് CNSലാണ്, CNS അസസ്മെന്റ് നടത്തുന്നു. പിന്നെ ക്രിയാറ്റിനും യൂറിൻ ഔട്ട്പുട്ട്, ഒരു റീനൽ ഫെയിലുവർ എന്തെങ്കിലും ഉണ്ടോ പേഷ്യന്റ്, അത് നമ്മൾ നോക്കുന്നു. അപ്പൊ റീനൽ സിസ്റ്റത്തിന് അസസ്മെന്റ് നടക്കുന്നു. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് നോക്കുന്നു, അല്ലെ? ഹെമറ്റോളജി നമുക്ക് ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ പേഷ്യന്റ് കൊയാഗുലേഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ നോക്കുന്നു. അപ്പൊ അങ്ങനെ 6 സിസ്റ്റത്തിനെ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഫ എന്ന് പറയുന്നത്.
ഈ സോഫയുടെ സെറ്റിംഗ് പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ICU സെറ്റിംഗ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഓർഗൻ ഡിസ്ഫങ്ഷൻ. അപ്പോൾ ഓരോ ഓർഗനും നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നുണ്ട്. ഒന്നും നമ്മളിവിടെ മിസ് ചെയ്യാതെ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇതിന്റെ വേറൊരു ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്തിനാണ് ലാബ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാബിൽ വിടണം, അത് കഴിഞ്ഞിട്ട് ആ വാല്യൂസ് എല്ലാം വരണം, എന്നിട്ട് കോറിലേറ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്ക് ഇത് എന്തായിട്ട് പറ്റത്തുള്ളൂ, ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ ആണ്. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് UK-യിലും അയർലൻഡിലും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഇതാണ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് ഹൈലി സെൻസിറ്റീവ് ആണ്. അപ്പം ഈ ഹൈലി സെൻസിറ്റീവ് ആണ്. അപ്പൊ ഇതിനകത്ത് 5 അതിലോ സ്കോർ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അർജന്റ് റെസ്പോൺസ് വേണം. പെട്ടെന്ന് തന്നെ പേഷ്യന്റിന് നമുക്ക് നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റ് എസ്കലേറ്റ് ചെയ്യണം, അല്ലേ, ICUലേക്ക് കൊണ്ടുപോകണം, അടുത്ത എസ്കലേഷൻ പ്രോട്ടോകോൾസ് കണ്ടക്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് നാഷണൽ ഏർലി വാർണിംഗ് സ്കോറിൽ അസസ് ചെയ്തിട്ടാണ് പറ്റുന്നത്. അപ്പൊ നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ ആണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് റെസ്പിറേറ്ററി റേറ്റ്, പേഷ്യന്റ് റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ അപ്പം ഇത് ഈ വാല്യൂസ് നിങ്ങൾ നോക്കണ്ട, ഈ കമ്പോണന്റ് മാത്രം നോക്കിയാൽ മതി. ഈ വാല്യൂസ് അത്ര കറക്റ്റ് അല്ല. റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും, പേഷ്യന്റ് ഓക്സിജൻ നോക്കും, FiO2 എന്ന് പറഞ്ഞാൽ ഇപ്പൊ റൂം എയറിലാണ് പേഷ്യന്റ് ആണെങ്കിൽ FiO2 എത്ര ആയിരിക്കും, 21% ആയിരിക്കും. വെന്റിലേറ്ററിലാണെങ്കിൽ വെന്റിലേറ്ററിലുള്ള FiO2 അത് വെച്ചിട്ടാണ് നോക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 38.3 കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 36.6 താഴെയാണെങ്കിൽ. പിന്നെ സിസ്റ്റോളിക് BP നമ്മൾ പറഞ്ഞു അല്ലേ, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ <90 ആണെങ്കിൽ. പിന്നെ ഹാർട്ട് റേറ്റ് നമുക്ക് നോക്കും. പിന്നെ അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, പേഷ്യന്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ABPU വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ABPU എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് കോൺഷ്യസിലാണ് ABPU വരുന്നത്. A എന്ന് പറഞ്ഞാൽ അലേർട്ട്, B എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു വോയിസ്, P എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ടു പെയിൻ, U എന്ന് പറഞ്ഞാൽ അൺറെസ്പോൺസീവ്. ആ GCSന്റെ അതേ ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇത്രയും സ്കോർസ് ആണ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോറിൽ ഉള്ളത്. അപ്പൊ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്താലേ മനസ്സിലാവത്തുള്ളൂ, അല്ലാതെ ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതെന്ന് പറയുന്നത് ഹൈലി സെൻസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇത് അവർലി നമുക്ക് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലാബ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് CBSEയിൽ നമുക്ക് ലൂക്കോസൈറ്റോസിസ് അല്ലെങ്കിൽ ലൂക്കോപീനിയ നമുക്ക് കാണാനായിട്ട് പറയും. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെപ്സിസിൽ ഉണ്ടായിരിക്കും. പിന്നെ സിറം ലാക്റ്റേറ്റ് എന്ന് പറയുന്നത് greater than 2 mmol/L ആയിരിക്കും. പിന്നെ C റിയാക്റ്റീവ് പ്രോട്ടീൻ, അതുപോലെ തന്നെ പ്രോകാൽസിറ്റോണിൻ, ഇത് രണ്ടും നമ്മൾ അസസ് ചെയ്യണം. ഇത് രണ്ടും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആണ്. അപ്പൊ അതുവഴി നമുക്ക് പേഷ്യന്റ് ഇൻഫ്ലമേഷൻ, ഓർഗനിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സിറം ലാക്റ്റേറ്റ് നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഹൈപ്പോപെർഫ്യൂഷൻ നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ പറ്റും. ലാക്റ്റേറ്റ് എങ്ങനെയാണ് ടിഷ്യൂ ഹൈപ്പോപെർഫ്യൂഷൻ മനസ്സിലാക്കാനായിട്ട് ലാക്റ്റേറ്റിന്റെ വാല്യൂ നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ബ്ലഡ് കൾച്ചേഴ്സ് വിടും. അപ്പം ബ്ലഡ് കൾച്ചേഴ്സ് വിടുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്, എന്ത് ഓർഗാനിസം ആണ്, എന്ത് ആന്റിബയോട്ടിക് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ കൾച്ചർ എപ്പോഴും നമ്മളെന്ന് പറയുന്നത് ഒരു ടിഷ്യൂ കൾച്ചർ നമ്മൾ ആദ്യം വിട്ടിട്ട് വിത്തിൻ 1 hour തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ യൂറിൻ കൾച്ചർ, റുട്ടീൻ യൂറിൻ എക്സാമിനേഷൻ ചെയ്യണം. അതുപോലെ യൂറിൻ കൾച്ചർ, വൂണ്ട് സാബ്, സ്പ്യൂട്ടം കൾച്ചർ, ഇതൊക്കെ പേഷ്യന്റിന് അപ്രോപ്രിയേറ്റ് ആയി. പേഷ്യന്റ് ഒരു വൂണ്ട് ഉണ്ട്, ഫീവർ ഉണ്ട്, അതുപോലെ തന്നെ പേഷ്യന്റിന് സെപ്സിസിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൂണ്ട് കൾച്ചർ, അവിടെ നമ്മൾ യൂറിൻ കൾച്ചർ ആണ് വേണ്ടുള്ളത്, അല്ല വൂണ്ട് കൾച്ചർ ആണ് വേണ്ടുള്ളത്. അല്ല പേഷ്യന്റിന് റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്, സ്പ്യൂട്ടം കൾച്ചർ. അപ്പൊ അതൊരു അപ്രോപ്രിയേറ്റ്നെസ് നോക്കിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു കത്തീറ്ററിലാണ്, അപ്പോഴാണ് പേഷ്യന്റിന് എന്ത് വരുന്നത്, പേഷ്യന്റ് ഒരു കത്തീറ്റർ ഇട്ടിട്ടുണ്ട്, വേറെ പേഷ്യന്റിന് പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു യൂറിൻ കൾച്ചർ നമ്മൾ വിടണം. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ കൊയാഗുലേഷൻ പ്രൊഫൈൽ വിടണം. എന്ന് വെച്ചാൽ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഉണ്ടോ എന്നറിയാനായിട്ട് ഒരു കൊയാഗുലേഷൻ പ്രൊഫൈൽ നമുക്ക് വിടാം. ഇത്രയാണ് നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻസിൽ ശ്രദ്ധിക്കണം. ഡയഗ്നോസിസിൽ ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. എന്തൊക്കെയാണ്, ഒന്ന് CBC വിടണം, രണ്ടെന്ന് പറഞ്ഞാൽ സിറം ലാക്റ്റേറ്റ് നോക്കണം, പിന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആയിട്ടുള്ള C റിയാക്റ്റീവ് പ്രോട്ടീൻ, പ്രോകാൽസിറ്റോണിൻ നോക്കണം. പിന്നെ നമ്മൾ കൾച്ചർ, അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ, കൾച്ചർ, ബ്ലഡ് കൾച്ചർ വിടണം, യൂറിൻ കൾച്ചർ വിടണം, അതുപോലെ തന്നെ വൂണ്ട് ഉണ്ടെങ്കിൽ വൂണ്ട് കൾച്ചർ, ഇനി റെസ്പിറേറ്ററി സിംറ്റംസ് സ്പ്യൂട്ടം കൾച്ചർ, LFT, KFT, കൊയാഗുലേഷൻ പ്രൊഫൈൽ.
നെക്സ്റ്റ് എന്ന് പറയുന്നത് സെപ്സിസ് മാനേജ്മെന്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ സെപ്സിസ് മാനേജ്മെന്റിൽ ഇപ്പൊ സെപ്സിസ് പേഷ്യന്റ് ഉണ്ട്, ഇനി നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും? അപ്പൊ നമുക്ക് സെപ്സിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെപ്സിസ് നമ്മൾ എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമോ അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നും സെപ്സിസ് നമുക്ക് എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ക്രൈറ്റീരിയ അല്ലേ, നമ്മൾ പേഷ്യന്റിനെ എങ്ങനെ നമുക്ക് സർവൈവൽ റേറ്റ് കൂട്ടാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്ക്രീനിങ്, അപ്പൊ ആദ്യം തന്നെ നമ്മൾ സിംറ്റംസ് ഒക്കെ നോക്കി ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്ക്രീനിങ് നമുക്ക് എങ്ങനെ പറ്റും? നമ്മൾ പറഞ്ഞു 80% ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിനെക്കുറിച്ചൊരു വെൽ അവയർനെസ് ഉണ്ടായിരിക്കണം, അവയർനെസ് കൊടുക്കണം. എന്നിട്ട് വാക്സിനേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻസ് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം? കോമൺ പീപ്പിൾസിലേക്ക് എത്തിക്കണം. പിന്നെ ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ അടുത്തുള്ള ഫാർമസിയിൽ എവിടെയെങ്കിലും പോയി കുറച്ച് ഗുളിക വാങ്ങിച്ച് കഴിക്കാതെ അത് എന്താണ്, അതൊരു ഇൻഫെക്ഷൻ ആണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള ആന്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് കോമൺ പബ്ലിക്കിനെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതൊക്കെ വന്നു, ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു, പേഷ്യന്റ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ഡയഗ്നോസിസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെപ്സിസിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മിസ്ഡയഗ്നോസ് ആണ്. അപ്പൊ സെപ്സിസ് മിസ്ഡയഗ്നോസ് ആയി പോവാതെ ഒരു നമ്മൾ ഇപ്പം പറഞ്ഞ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഒരു പ്രോപ്പർ ഡയഗ്നോസിസിലോട്ട് തന്നെ എത്തുക. ഇനി റാപ്പിഡ് ഇനിസിയേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പൊ ട്രീറ്റ്മെന്റ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന്? വിത്തിൻ 1 അവർ തന്നെ നമ്മൾ സെപ്സിസ് ആണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 അവർ തന്നെ ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പേഷ്യന്റിന്. എന്നിട്ട് നമുക്ക് പേഷ്യന്റിന് ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഫ്ലൂയിഡ്സിലും പേഷ്യന്റിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, BP പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വാസോപ്രസസ് ആയിട്ടുള്ള എപ്പിനെഫ്രിൻ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അഡ്രിനാലിന് നോറഡ്രിനാലിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓൺ ഗോയിങ് മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ട്. ഇനിയിപ്പോ പേഷ്യന്റിന് നമ്മൾ എല്ലാ കെയറും നമ്മൾ കൊടുത്തു, കെയർ കൊടുത്തിട്ട് അന്നത്തെ ആ ടൈം മാത്രം നമ്മൾ കെയർ കൊടുത്തോണ്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ വിത്തിൻ 1 അവർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതോ ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമുക്ക് അറിയില്ല നമ്മുടെ പേഷ്യന്റിന് ഏത് ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണ്, വൈറസ് ആണ് എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളൊരു കൾച്ചർ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കൾച്ചറിന്റെ റിപ്പോർട്ട് കഴിയുമ്പോൾ അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള എന്ത് കൊടുക്കണം, മെഡിസിൻസ് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് അതേ മെഡിസിൻസിന് അതേ ആന്റിബയോട്ടിക്, ഏത് ആന്റിബയോട്ടിക് ആണോ അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇനി പേഷ്യന്റ് എന്തൊക്കെയാണ് ആവശ്യം, പേഷ്യന്റ് കെയർ അനുസരിച്ച് അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു കെയർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടുള്ളത് ഓൺ ഗോയിങ് മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ടില്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോർഡിനേഷൻ. അപ്പൊ ഏത് സിസ്റ്റത്തിലാണ് പേഷ്യന്റ് ഇപ്പം ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പൊ അതിനായിട്ടുള്ള എക്സ്പേർട്ടുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു പേഷ്യന്റ് സെന്റേർഡ് കെയർ ആണ് സെപ്സിസിന് എപ്പോഴും ആവശ്യം. ഒരു പേഷ്യന്റ് സെന്റേർഡ് കെയർ കൊടുക്കണം. ഇനി പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻസ്. അപ്പം പേഷ്യന്റ് ഫാമിലിക്ക് ഇതിനെ കുറിച്ചിട്ട് നല്ല ചിലപ്പം അറിയില്ലായിരിക്കും, പേഷ്യന്റ് ഇപ്പൊ എന്താ പറ്റിയതെന്ന് അറിയില്ലായിരിക്കും. അപ്പൊ നമ്മൾ സിമ്പിൾ വേർഡ്സിൽ പേഷ്യന്റ് ഫാമിലിയോട് പറയണം, ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് തന്നെ ഉള്ള ഒരു റെസ്പോൺസ് ആണ്. അങ്ങനെ റെസ്പോൺസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓർഗൻസിൽ എഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് നേരത്തെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ എന്താണ് പേഷ്യന്റ് പ്രസന്റ് കണ്ടീഷൻ എന്നുള്ളത് അവർ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് പേഷ്യന്റ് ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഉടനെ തന്നെ അവർ കൺസൾട്ട് ചെയ്യാൻ പറയണം, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയണം, മറ്റുള്ളവർ വാക്സിൻസ് എടുക്കാൻ പറയണം. അപ്പം എന്തെങ്കിലുമൊക്കെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് പ്രാക്ടീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറയണം. പിന്നെ പേഷ്യന്റ് വിസിറ്റേഴ്സിന് എന്ത് ചെയ്യണം, കൂടുതൽ വിസിറ്റേഴ്സിനെ അലൗ ചെയ്യരുത് എന്ന് അലൗ ചെയ്യുന്നത് കൂടുതൽ റിസ്ക് ഉണ്ടാക്കും എന്ന് അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് ഇപ്പം കുറച്ച് പേഷ്യൻസ് ഒക്കെ ചിലപ്പം സെപ്സിസ് ഇല്ലാത്ത പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ ആ പേഷ്യന്റിന് ചിലപ്പം ഒരു വൂണ്ടോ ഒരു സർജിക്കൽ വൂണ്ട് അല്ലാതെ ഒരു ഡയബറ്റിക് വൂണ്ടൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ വീട്ടിൽ പോകുമ്പോൾ അവരെ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ കെയർ ചെയ്യുന്നത് എസെപ്റ്റിക് പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ വൂണ്ട്സ് വഴിയും വേണമെങ്കിൽ വൂണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടും സെപ്സിസിലേക്ക് പോവാം. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വൂണ്ട് ക്ലോസ് ചെയ്ത് വെക്കേണ്ട വൂണ്ടാണെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറയണം. പ്രോപ്പർ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയണം. ഫുഡ് സേഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പേഴ്സണൽ ഹൈജീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സെപ്സിസ് മാനേജ്മെന്റിൽ മെയിൻലി വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബണ്ടിൽസ്, സെപ്സിസ് 6 ബണ്ടിൽ എന്ന് പറയും. ഈ സെപ്സിസ് 6 ബണ്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ സെപ്സിസ് മാനേജ്മെന്റിൽ നമുക്ക് മെയിൻലി വരുന്നത് ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. അപ്പൊ സെപ്സിസ് ഈ ക്വസ്റ്റ്യൻസ് ഇത് ഇന്റർവ്യൂസിന്
ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ നമുക്കിതിനെ 6 ക്രിട്ടിക്കൽ ഇന്റർവെൻഷൻ വിത്തിൻ 1 അവർ. അപ്പോൾ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ 1 അവറിൽ നമ്മൾ ചെയ്യാനുള്ള 6 ക്രിട്ടിക്കൽ ഇന്റർവെൻഷൻസിനെയാണ് സെപ്സിസ് 6 ബണ്ടിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഗീവ് 3 ആൻഡ് ടേക്ക് 3 എന്ന് പറയാം. അത് എന്താന്ന് വെച്ചാൽ നമുക്ക് പേഷ്യന്റ് വന്നാൽ നമുക്ക് ഉടനെ തന്നെ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്സ് കൊടുക്കുക, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ട 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ, IV ഫ്ലൂയിഡ്സ്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. ഇനി ടേക്ക് 3 എന്ന് പറഞ്ഞാൽ പേഷ്യന്റിൽ നിന്ന് എടുക്കേണ്ടുള്ള എന്തൊക്കെയാണ്? ബ്ലഡ് കൾച്ചർ, ഫുൾ ബ്ലഡ് കൗണ്ട്, ലാക്ടേറ്റ് മെഷർമെന്റ്സ്, യൂറിൻ ഔട്ട്പുട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പേഷ്യന്റിൽ നിന്ന് എടുക്കേണ്ടുള്ളത്. അപ്പൊ എന്താണ് സെപ്സിസ് 6 ബണ്ടിൽ എന്ന് പറയുന്നത്? 6 ക്രിട്ടിക്കൽ ഇന്റർവെൻഷൻ വിത്തിൻ 1 അവർ. 1 അവറിൽ ചെയ്യേണ്ടുള്ള 6 ക്രിട്ടിക്കൽ ഇന്റർവെൻഷൻസ് ആണ്. അതിനകത്ത് ഗീവ് 3 ഉണ്ട്, ടേക്ക് 3 ഉണ്ട്. ഗീവ് 3 ഉണ്ട്, ടേക്ക് 3 ഉണ്ട്. ഗീവ് 3 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ, IV ഫ്ലൂയിഡ്സ്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്. ടേക്ക് 3 എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൾച്ചർ, ഫുൾ ബ്ലഡ് കൗണ്ട്, ലാക്ടേറ്റ് മെഷർമെന്റ്, യൂറിൻ ഔട്ട്പുട്ട്. ഇത്രയാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ സെപ്സിസ് മാനേജ്മെന്റിന്റെ അത്യാവശ്യം എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.